വെൽക്കം ടു ലെൻസിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. പിന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688 എന്ന് പറയും. ഓക്കെ, ഇംഗ്ലണ്ടിനെ നമ്മൾ പൊതുവെ ബ്രിട്ടീഷ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നുള്ള പേരിലാണ് വിശേഷിപ്പിക്കാറുള്ളത്. അതെപ്പോഴും പല പരീക്ഷകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതെന്തിനാണ് ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് എന്നുള്ളതാണ്. അതായത് പിന്നെ നമ്മൾ ഇംഗ്ലണ്ടിൽ നടക്കുന്ന പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള ഒരു അധികാര മത്സരമാണ്. അതായത് ഇംഗ്ലണ്ടിലെ ഈ ഒരു മഹത്തായ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. അതായത് പാർലമെൻറ്റാണോ അല്ലെങ്കിൽ രാജാവാണോ അധികാരത്തിലിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭരണം നടത്തേണ്ടത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോമ്പറ്റീഷന് അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു മത്സരത്തിനെയാണ് നമ്മൾ ഇങ്ങനെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ആ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പം പാർലമെൻറ്റിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, പാർലമെൻറ്റുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെയാണ്. ഓക്കെ, ഇനി ഇങ്ങനൊരു വിപ്ലവം നടക്കുന്നത് 1688 1688. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 789 ആണ് അല്ലേ, 1789. ഇവിടെ 8 ആണ്. 1600 എന്നുള്ളതിന് പകരം 688 അങ്ങനെ ഓർത്താൽ മതി. 1688 നടക്കുന്നത് വിപ്ലവം നടക്കുന്നത്. ഇനി ഇംഗ്ലണ്ടിലെ ഈ ഒരു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവത്തിന് പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മഹത്തായ വിപ്ലവം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇത് 17-ാം നൂറ്റാണ്ട്, അതായത് 16-17 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ് ഇങ്ങനൊരു വിപ്ലവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ 17-ാം നൂറ്റാണ്ടിലെ വിപ്ലവം എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. അതേപോലെ പാലസ് റെവല്യൂഷൻ അല്ലെങ്കിൽ കൊട്ടാരം വിപ്ലവം എന്നുള്ള പേരിൽ, ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ മഹത്തായ വിപ്ലവം, ഇങ്ങനെ പല പേരുകളിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് അറിയപ്പെടുന്നത്. ഓക്കെ, ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം, 17-ാം നൂറ്റാണ്ടിലെ വിപ്ലവം, പാലസ് റെവല്യൂഷൻ, കൊട്ടാരം വിപ്ലവം, ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, പാലസ് വിപ്ലവവും പാലസ് റെവല്യൂഷനും കൊട്ടാരം വിപ്ലവവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 3-4 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ പ്യൂരിറ്റൻ വിപ്ലവം എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം, പ്യൂരിറ്റൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം, അതേപോലെ 17-ാം നൂറ്റാണ്ടിലെ വിപ്ലവം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു 5 പേരുകളിൽ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം സെയിം പേര്, ഇപ്പോൾ നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ മഹത്തായ വിപ്ലവം എന്ന് പഠിച്ചു വെച്ച് അതേ പേര് തന്നെ വരണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള ഒരു അധികാര മത്സരമായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്നത് ട്യൂഡർ രാജവംശമാണ്. നമ്മളിവിടെ 2 രാജവംശങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ട്യൂഡർ രാജവംശവും മറ്റൊന്ന് സ്റ്റുവർട്ട് രാജവംശവും എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ലൈനിൽ സ്റ്റുവർട്ട് രാജവംശം. ഓക്കെ, അപ്പം ഒന്നാമത്തത് ട്യൂഡർ രാജവംശമാണ്. അതായത് ഇംഗ്ലണ്ടിൽ ഒരു 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ 2 രാജവംശങ്ങൾ ഭരണം നടത്തി. ഒന്നാമത്തത് ട്യൂഡറാണ്. 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ രാജവംശം ഭരണം നടത്തിയത്. 1485 മുതൽ 1603 വരെ. ഓക്കെ, മറ്റൊന്ന് സ്റ്റുവർട്ട് രാജവംശമാണ്. അതായത് സെയിം വർഷം 1603 വരെയാണ് ട്യൂഡർ ഭരിച്ചത്. സ്റ്റുവർട്ട് എന്ന് പറയുന്നത് 1603 മുതൽ 1714 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സ്റ്റുവർട്ട് രാജവംശം ഭരണം നടത്തിയത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയുന്നത് ട്യൂഡർ സ്റ്റുവർട്ടും. ഇനി ട്യൂഡർ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഹെൻറി 7-ാമനാണ് ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിക്കുന്നത്. ഹെൻറി 7-ാമൻ്റെ ഭരണകാലഘട്ടം തൊട്ടാണ് ട്യൂഡർ ഭരണത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ ട്യൂഡർ രാജാക്കന്മാർ മോസ്റ്റ്ലി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഫ്യൂഡലിസമാണ് ഫ്യൂഡൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ട്യൂഡർ രാജാക്കന്മാർ ഫ്യൂഡലിസത്തിനെ തീർത്തും എതിർത്തുകൊണ്ട് ഫ്യൂഡൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഫ്യൂഡൽ ആശയങ്ങളോട് തീർത്തും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഭരണം നടത്തിയത്. അതായത് പാർലമെൻറ്റുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിച്ചാണ് ട്യൂഡർ രാജാക്കന്മാർ ഭരിച്ചത്. ക്ലിയർ? ഓക്കെ, അതായത് ട്യൂഡർ രാജാക്കന്മാർ പാർലമെൻറ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാർലമെൻറ്റിനെ സപ്പോർട്ട് കൊടുത്ത് അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ്, അവരുമായിട്ട് സഹകരിച്ചാണ് ഭരണം നടത്തിയത്. അതേസമയം പാർലമെൻറ്റ് നമ്മളെ
ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ തീർത്തും എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇതിലേക്ക് നയിക്കുന്നത്. അതേസമയം 1603 അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്ന സ്റ്റുവർട്ട് രാജാക്കന്മാർ അല്ലേ, സ്റ്റുവർട്ട് രാജവംശം, അവർ നേരെ തിരിച്ചായിരുന്നു. അതായത് പാർലമെൻറ്റിനെ പിന്നെ ഇംഗ്ലീഷ് പാർലമെൻറ്റിന് ഒട്ടും വകവയ്ക്കാതെ പാർലമെൻറ്റിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ സ്റ്റുവർട്ട് രാജാക്കന്മാർ അധികാരത്തിലിരുന്നത്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അവർ ആരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്, അവർ ഫ്യൂഡൽ പ്രഭുക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളോ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രതിനിധികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റുവർട്ട് രാജവംശത്തിലെ ആളുകൾ അല്ലെങ്കിൽ സ്റ്റുവർട്ട് രാജവംശം ഭരണം നടത്തി. ഓക്കെ, അപ്പം നമ്മളിവിടെ പറയുന്നത് ട്യൂഡർ സ്റ്റുവർട്ട്. ഇതിൽ ട്യൂഡർ 1485 മുതൽ പിന്നെ 1603 വരെയാണ്. അതേപോലെ അവർ ഫ്യൂഡൽ പ്രഭുക്കന്മാരുമായിട്ട് ആ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ എതിർത്തുകൊണ്ടാണ് ഭരണം നടത്തിയത്. ബ്രിട്ടീഷ് പാർലമെൻറ്റുമായിട്ട് സഹകരിച്ചാണ് ഭരണം നടത്തിയത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന സ്റ്റുവർട്ട് രാജവംശം, അവർ 1603 മുതൽ 1714 വരെ ഭരണം നടത്തി. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എടുത്ത് സെപ്പറേറ്റ് തന്നെ പഠിക്കുക. 1714 വരെയാണ് അവർ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഭരിച്ചത്. മറിച്ച് എങ്ങനെയായിരുന്നു, ഫ്യൂഡൽ ആശയങ്ങളിലോ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രതിനിധികളുമായിട്ട് അവരുമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇവർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? അപ്പം ഇനി നമ്മൾ ട്യൂഡർ രാജവംശത്തിൽ അല്ലെങ്കിൽ ട്യൂഡർ രാജാക്കന്മാരെ മെല്ലെ അങ്ങോട്ട് വിടാം അല്ലേ. കാരണം എന്താ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ഓർത്തു വയ്ക്കുക, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് ഭരിച്ചിരുന്ന രാജവംശം സ്റ്റുവർട്ട് രാജവംശമാണ്. ഓക്കെ, കാരണം നമുക്കറിയാം അല്ലേ, കാരണം സ്റ്റുവർട്ട് രാജവംശത്തിലെ പ്രതിനിധികളായിരുന്നു ജെയിംസ്, അവരുടെയൊക്കെ കാലഘട്ടത്തിലാണ് വിപ്ലവം നടക്കുന്നത്, കലാപം. ഓക്കെ, അപ്പം ട്യൂഡർ രാജവംശത്തിന് ശേഷം അധികാരത്തിൽ വന്ന സ്റ്റുവർട്ട് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഓക്കെ, ആ നടക്കുന്നത് സമയത്ത് ട്യൂഡർ അല്ല, സ്റ്റുവർട്ടാണ്. ക്ലിയർ? ഇനി ഈ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ ലിസ്റ്റ് പറയുന്നത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ജെ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് ജെയിംസ് ഒന്നാമൻ ജെ, പിന്നെ ചാൾസ് ഒന്നാമൻ സി, രണ്ടാമത്തെ സി ചാൾസ് രണ്ടാമൻ, നാലാമത്തെ വരുന്ന ജെ എന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമൻ. ഓക്കെ, അപ്പം ജെ ആണ്. അതായത് ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതായത് 2 ചാൾസുമാർ 2 ജെയിംസും ഉണ്ട്. അതിൽ ജെയിംസ് ഒന്നാമൻ ഫസ്റ്റും ജെയിംസ് രണ്ടാമൻ ലാസ്റ്റുമാണ് അധികാരത്തിൽ വന്നത്. ക്ലിയർ? അങ്ങനെ ഈ സ്റ്റുവർട്ട് രാജവംശത്തിൽ വരുന്ന ആദ്യത്തെ 2 രാജാക്കന്മാർ, അതായത് നമ്മുടെ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും, അവർ രണ്ടുപേരും രാജാവിൻ്റെ അധികാരം ദൈവദത്ത അധികാരമാണ് എന്ന് വിശ്വസിച്ചു. അതായത് രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവം തന്നതാണ്, അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാനോ എന്തിനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്, അല്ലാതെ ആളുകൾക്കോ പാർലമെൻറ്റിനോ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ നിയമങ്ങൾ ഫോം ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ രാജാവിൻ്റെ അധികാരങ്ങൾ ഡിവൈൻ റൈറ്റ് തിയറി അല്ലേ, അതായത് രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്താധികാരമാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള രീതിയിൽ അവർ വിശ്വസിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവരൊട്ടും പാർലമെൻറ്റിനെ വകവയ്ക്കാതെയായിരുന്നു അവർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ട്യൂഡർ രാജാക്കന്മാരുടെയും അതേപോലെ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെയും ഇവർ 2 രാജവംശങ്ങളുടെയും കാലഘട്ടത്തിൽ പുതിയതായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ വ്യാപാര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വ്യാപാര ഗ്രൂപ്പുകൾ, സമ്പന്നമായിട്ടുള്ള ഭൂവുടമകൾ, വ്യാപാരികൾ, പിന്നെ ഉദ്യോഗസ്ഥർ, നല്ല പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, പിന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള അഭിഭാഷകർ, ഡോക്ടർമാർ, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു മധ്യവർഗം ആ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നു. ഓക്കെ, അപ്പോൾ ഈ മധ്യവർഗത്തിനെയായിരുന്നു നമ്മുടെ പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത്. ക്ലിയർ? മധ്യവർഗത്തിനെയാണ് പാർലമെൻറ്റ് സംരക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധ്യവർഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പല നിയമങ്ങൾ, പല പുതിയ നിയമങ്ങൾ ഈ പാർലമെൻറ്റ് പാസ്സാക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യവർഗത്തിനെ സംരക്ഷിക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോട് ആർക്ക് എതിർപ്പുണ്ട്? ഫ്യൂഡൽ പ്രതിനിധികളെ സംരക്ഷിക്കുന്ന, ഫ്യൂഡൽ ആശയങ്ങളെ സംരക്ഷിക്കുന്ന രാജാവിന് എതിർപ്പുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പം ആ ഒരു ഫാക്ട് ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ അതായത് ഫ്യൂഡൽ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രാജാവാണോ, മറിച്ച് മധ്യവർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർലമെൻറ്റാണോ ഇംഗ്ലണ്ടിലെ പരമാധികാരികൾ എന്ന് പറയുന്നൊരു ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിൻ്റെ പുറത്താണ് ഇംഗ്ലണ്ടിൽ ഇങ്ങനൊരു വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ക്ലിയർ? അത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കിയേക്കുക, കാരണം ഇതിൻ്റെ പുറത്താണ് ഈ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സഭകൾ ഈ കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിൽ 2 സഭകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവർ ഈ 2 സഭകൾ രണ്ട്
രണ്ട് പേരുടെ പക്ഷത്തായിട്ട് നിലയുറപ്പിച്ചു. അതായത് ഒരു വിഭാഗം രാജാവിൻ്റെ പക്ഷത്തും മറ്റൊരു വിഭാഗം പാർലമെൻറ്റിൻ്റെ പക്ഷത്തും. അതായത് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്, ആംഗ്ലിക്കൻ സഭകൾ നിലനിന്നിട്ടുണ്ടായിരുന്നത് ആരുടെ ഇതിലായിരുന്നു? ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സംരക്ഷിക്കുന്ന. ഓക്കെ, ഓർത്തു വയ്ക്കുക. ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന രണ്ട് സഭകളാണ് ഇംഗ്ലണ്ടിൽ ഈ കാലഘട്ടങ്ങളിൽ ഉള്ളത്. ഒന്ന് ആംഗ്ലിക്കൻ സഭയും മറ്റൊന്ന് പ്യൂരിറ്റൻ സഭയും. അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന, അല്ലെ, രാജാവ് അടക്കമുള്ള വിഭാഗത്തിനെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആംഗ്ലിക്കൻ സഭ. ഓക്കെ, ആംഗ്ലിക്കൻ സഭ അവരുടെ കൂടെയാണ് നിന്നത്. ക്ലിയർ? ഫ്യൂഡൽ പ്രഭുക്കന്മാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെയാണ്, രാജാക്കന്മാരുടെ കൂടെ ആര് നിന്നു? ആംഗ്ലിക്കൻ സഭ. അപ്പോൾ ആംഗ്ലിക്കൻ സഭ ലാസ്റ്റത്തെ 2 പോയിന്റ്സിൽ ക്ലിയർ ആയിട്ട് ഞാൻ സമ്മപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആംഗ്ലിക്കൻ സഭ, രാജാവ്, ഫ്യൂഡൽ പ്രഭുക്കന്മാർ. രണ്ടാമത്തത് പ്യൂരിറ്റൻ സഭയാണ്. അവർ കുറച്ച് റെബല്യസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, അല്ലേ? അവർ കുറച്ച് വിപ്ലവകരമായിട്ടുള്ള മാർഗം സ്വീകരിക്കുന്ന ആളുകളാണ്. പ്യൂരിറ്റൻ സഭ എന്ന് പറയുന്നത് പാർലമെൻറ്റിനെ, അതായത് മധ്യവർഗത്തിനെ സംരക്ഷിക്കുന്ന, മധ്യവർഗത്തിന് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കുന്ന പാർലമെൻറ്റിൻ്റെ പക്ഷത്തായിരുന്നു പ്യൂരിറ്റൻ സഭ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കൂടെയാണ് പ്യൂരിറ്റൻ സഭ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ 2, രാജാവ്, പാർലമെൻറ്റ്, ആംഗ്ലിക്കൻ സഭ, പ്യൂരിറ്റൻ സഭ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു സമയത്ത് മതനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കത്തോലിക്ക സഭേനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്തിൽ, ഹെൻറി എട്ടാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂഡർ പ്രതിനിധിയായിരുന്ന രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ്റെ സമയത്ത് ഇംഗ്ലണ്ടിൽ നമ്മളെ കത്തോലിക്ക സഭേനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സഭ രൂപീകരിക്കപ്പെടണം എന്നുള്ളൊരു ആശയം ഈ ഒരു മതനവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ വന്നു. അങ്ങനെയാണ് ഹെൻറി എട്ടാമൻ്റെ മകനായിട്ടുള്ള പിന്നെ എഡ്വേർഡ് ആറാമൻ. ഓക്കെ, ഹെൻറി രണ്ടാമത്തെ പോയിന്റിൽ കാണാം എഡ്വേർഡ് ആറാമൻ. ഹെൻറി എട്ടാമൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡ് ആറാമനാണ് കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെയും തിയറികളെയും മുഴുവൻ എതിർത്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭ ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെടുന്നത്. ക്ലിയർ? ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭ, അതായത് ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സിദ്ധാന്തങ്ങളെ, കത്തോലിക്ക സഭയുടെ ആശയങ്ങളൊക്കെ എതിർത്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭ സ്ഥാപിക്കുകയാണ് പിന്നെ ഹെൻറി എട്ടാമൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡ് ആറാമൻ്റെ കാലഘട്ടത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇവർ പറയുന്ന ഒരു കാര്യം, ഈ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം അത് തയ്യാറാക്കണം. പിന്നെ അത് വേണം എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായിട്ടും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ആ പ്രാർത്ഥനാ പുസ്തകമാണ് എന്നുള്ള രീതിയിൽ ഈ സഭ എന്ത് ചെയ്തു? ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഒരു കത്തോലിക്ക സഭേനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഹെൻറി എട്ടാമൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡ് ആറാമൻ്റെ കാലഘട്ടത്തിൽ ഒരു സഭ വരികയാണ്. നമ്മളതിനെ പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് സഭ എന്നുള്ള പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, പ്രൊട്ടസ്റ്റൻ്റ് സഭ. പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെയൊക്കെ സമയത്ത് ഈ ഒരു പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് വേണം എല്ലാവരും ആംഗ്ലിക്കൻ സഭേനെ, അതായത് ഈ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആംഗ്ലിക്കൻ സഭ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. അതായത് ഹെൻറി എട്ടാമൻ്റെ എഡ്വേർഡ് ആറാമൻ്റെ കാലഘട്ടത്തിൽ വന്നിരുന്ന സഭ, ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു. അതായത് എന്താണ്? അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള, അല്ലേ, അവിടുത്തെ ഒരു ഔദ്യോഗിക മതം എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഔദ്യോഗിക മതമായിട്ട് ആംഗ്ലിക്കൻ സഭ മാറുകയാണ് ചെയ്തത്. ഓക്കെ, അതായത് ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ വലിയ റോളൊന്നും ഉണ്ടാവില്ല. അതായത് ഇംഗ്ലണ്ടിൽ കിരീടാവകാശം കിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ആംഗ്ലിക്കൻ സഭയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് സഭേനെ പറ്റിയാണ്. ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ആംഗ്ലിക്കൻ സഭയാണ്. അത് ആംഗ്ലിക്കൻ സഭ എന്താണ്? ഇംഗ്ലണ്ടിലെ ഒരു ഔദ്യോഗിക മതമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ എലിസബത്ത് രാജ്ഞിയുടെയൊക്കെ അവർ അധികാരത്തിൽ വന്ന സമയത്താണ് ആംഗ്ലിക്കൻ സഭ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം പറയുന്ന ആ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാവർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു ഔദ്യോഗിക മതം എന്നുള്ള രീതിയിലേക്ക് ആംഗ്ലിക്കൻ സഭയാണ് വരുന്നത്. ഓക്കെ, പ്രൊട്ടസ്റ്റൻ്റ് സഭയില്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്ത ആളുകൾക്കൊന്നും ഇംഗ്ലണ്ടിൽ കിരീടാവകാശവും കിട്ടില്ല, ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വേണം. അപ്പോൾ ഈ സമയത്താണ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഒരു ഫോളോവർ ആയിരുന്ന, അതായത് നമ്മളെ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ഒരു പരിഷ്കർത്താവായിരുന്ന ജോൺ കാൽവിൻ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഫോളോവേഴ്സ് പിന്നെ പ്യൂരിറ്റൻസ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അവർ എന്ത് ചെയ്യാണ്? ഒരു പ്യൂരിറ്റൻ സഭ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെയാണ് പ്യൂരിറ്റൻ സഭ വരുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് നോക്കൂ. പ്യൂരിറ്റൻ സഭയും ആംഗ്ലിക്കൻ സഭയാണ്, അല്ലേ? ആംഗ്ലിക്കൻ സഭ പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പിന്നെ
ഒരു മതം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അവരുടെ എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ആംഗ്ലിക്കൻ സഭ കൊണ്ടുവന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് ജോൺ കാൽവിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള പിന്നെ പ്യൂരിട്ടന്മാർ അവരെന്ത് ചെയ്യാണ്, അവർ പറയുന്ന രീതിയിലേക്ക് ഒരു പ്യൂരിട്ടൻ സഭ വരികയാണ്. അതായത് പുരോഹിതന്മാരെയും പിന്നെ മതത്തിൻ്റെ തലവന്മാരെയും അവരെയൊക്കെ വിശ്വാസികളാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ. ആംഗ്ലിക്കൻ സഭ പറഞ്ഞാൽ എന്താ, വിശ്വാസികളല്ല, മറിച്ച് ആംഗ്ലിക്കൻ സഭ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ആളുകൾ ഫോളോ ചെയ്യേണ്ടത്, വിശ്വാസികൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് പ്യൂരിട്ടൻ സഭ പറഞ്ഞത്. അതായത് പുരോഹിതന്മാരെയും അധ്യക്ഷന്മാരെയൊക്കെ വിശ്വാസികൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള രീതിയിലേക്ക് പ്യൂരിട്ടൻ സഭ അതിനെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ പറഞ്ഞ പ്യൂരിട്ടന്മാർ ആംഗ്ലിക്കൻ സഭേനെയൊക്കെ അല്ലേ ഒന്ന് താഴ്ത്തിക്കൊണ്ട് പ്യൂരിട്ടന്മാർ 1640-50 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മേലെ ശക്തമായ സ്വാധീനം ചെലുത്തി. അതായത് പ്യൂരിട്ടൻ സഭയും ബ്രിട്ടീഷ് പാർലമെൻറ്റും തമ്മിൽ ശക്തമായൊരു ബന്ധം ഈ കാലഘട്ടങ്ങളിൽ 1640-50 ഇടയിലുള്ളൊരു കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 1640-50 ഇടയിലുള്ളൊരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മേലെ ഇവർ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റുവർട്ട് രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പൊതുവേ ഇവർ ഭയങ്കര കത്തോലിക്ക മതവിശ്വാസികളായിരുന്നു. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും അവിടെ നിന്നെന്താണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അധികാരത്തോട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ആംഗ്ലിക്കൻ സഭ എന്തിനു വേണ്ടിയിട്ടാണ് കത്തോലിക്ക വിശ്വാസികളുടെ കൂടെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു സഭയായിരുന്നു ആംഗ്ലിക്കൻ സഭ. നമ്മൾ ഓൾറെഡി കണ്ടു. പാർലമെൻറ്റിൻ്റെ കൂടെ നിന്നിട്ടുള്ള വിഭാഗമായിരുന്നു ഇത് പ്യൂരിട്ടൻ സഭ. അത് ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗം കാണാം കേട്ടോ. പ്യൂരിട്ടൻ സഭ ഇവിടെ കണ്ടോ, അതായത് പ്യൂരിട്ടൻ സഭ പാർലമെൻറ്റിൻ്റെ കൂടെയാണ്, ആംഗ്ലിക്കൻ സഭ രാജാവിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ രാജാവിൻ്റെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഓക്കെ, അപ്പം ഇങ്ങനെ ആംഗ്ലിക്കൻ സഭ രാജാവിൻ്റെ അധികാരത്തോടൊപ്പം രാജാവിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഈ കത്തോലിക്ക വിശ്വാസികളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന നമ്മളെ ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. അങ്ങനെ പാർലമെൻറ്റിൽ പ്യൂരിട്ടൻ സഭ പാർലമെൻറ്റിൻ്റെയും പിന്നെ മധ്യവർഗത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സമയത്ത് പാർലമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായി, പാർലമെൻറ്റ് രൂപീകരിക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാക്കിക്കൊണ്ട് ഈ രാജാക്കന്മാർ, അതായത് നമ്മളെ മധ്യവർഗത്തെ സംരക്ഷിക്കുന്ന പ്യൂരിട്ടന്മാർ ഉൾക്കൊള്ളുന്ന അല്ലെ പാർലമെൻറ്റിന് വിരുദ്ധമായിട്ട് രാജാക്കന്മാർ പലതരത്തിലുള്ള നികുതികൾ പിരിക്കാൻ തുടങ്ങി. ഓക്കെ, ഇവർ തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പലതരത്തിലുള്ള നികുതികൾ പിരിക്കാൻ തുടങ്ങി. ഇത് രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിനാണ് കാരണമായത്. ഓക്കെ, കാരണം ഓൾറെഡി തർക്കങ്ങൾ നിൽക്കുകയാണ്, ആരാണ് പരമാധികാരി. അതിൻ്റെ പുറത്താണ് ഈ രാജാവ് പാർലമെൻറ്റിന് അനുമതി ഇല്ലാതെ അല്ലേ പലതരത്തിലുള്ള ടാക്സുകൾ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ കൂട്ടുന്നതിനാണ് കാരണമായത്. ഓക്കെ, അങ്ങനെ 1603 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ട് അധികാരത്തിലേക്ക് വരികയാണ് ജെയിംസ് ഒന്നാമൻ. അതായത് എലിസബത്തിന് ശേഷം അധികാരികളില്ലാതിരുന്നൊരു സമയത്ത്, പിൻഗാമികളില്ലാതിരുന്ന സമയത്ത് സ്കോട്ട്ലാൻഡിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ ജെയിംസ് ഒന്നാമൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ജെയിംസ് ഒന്നാമൻ്റെ ഇതൊന്ന് ഓർത്തു വയ്ക്കുക. 1603 നമ്മൾ പറഞ്ഞിരുന്നു 1603 ആണ് ട്യൂഡർ രാജവംശം അവസാനിക്കുകയും പിന്നെ 1603 മുതൽ 1714 വരെയാണ് സ്റ്റുവർട്ട് രാജവംശം നിലനിൽക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുവർട്ട് രാജവംശത്തിലെ ഒന്നാമത്തെ ഭരണാധികാരിയായ ജെയിംസ് ഒന്നാമൻ അല്ലേ, JCCJ എന്ന് പഠിച്ചു വെച്ചത് ഓർക്കുക. ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ, എത്രയേ ഉള്ളൂ. അങ്ങനെ അവർ 1603 അധികാരത്തിലേക്ക് വരുന്നത്. കൊണ്ടേ ഇവിടെ നിങ്ങൾക്ക് കാണാം JCCJ എന്ന് ഞാൻ ഷോർട്ട് ഫോമിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി മാർഗ്ഗത്തിൽ ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ജെയിംസ് ഒന്നാമൻ, സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നിട്ടുള്ള ജെയിംസ് ഒന്നാമൻ പറയുന്നൊരു കാര്യമുണ്ട്, ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്താണ്, അതായത് ബിഷപ്പിൻ്റെ അല്ലെങ്കിൽ അവരും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അവരും കത്തോലിക്ക സഭയും അല്ലെങ്കിൽ നമ്മളെ ബിഷപ്പുമാരുമുള്ള ചർച്ചും തമ്മിലുള്ള ഒരു ബന്ധത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പ്രഖ്യാപിച്ചത് ജെയിംസ് ഒന്നാമനാണ്. ക്ലിയർ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ദൈവദത്ത അധികാരത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ് ജെയിംസ് ഒന്നാമൻ. ഇത് പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ട്രൂ ലോ ഓഫ് ഫ്രീ മൊണാർക്കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഓർത്തു വയ്ക്കുക. ഈ പുസ്തകത്തിൻ്റെ അകത്താണ് ജെയിംസ് ഒന്നാമൻ ദൈവദത്ത അധികാരത്തിനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്നത്. ക്ലിയർ. അങ്ങനെ അത് കഴിഞ്ഞ് 1603 മുതൽ 1625 വരെയാണ് ജെയിംസ് ഒന്നാമൻ അധികാരത്തിലിരുന്നത്. ഓക്കെ, 25
ജെയിംസ് ഒന്നാമന് ശേഷം ആരധികാരത്തിലേക്ക് വന്നു? ചാൾസ് ഒന്നാമൻ അധികാരത്തിൽ വന്നു. ഓക്കെ, ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്നുള്ള രീതിയിൽ ആരോർത്ത് വയ്ക്കുക? ജെയിംസ് ഒന്നാമൻ. അതിനുശേഷമാണ് 1625 പിന്നെ ചാൾസ് ഒന്നാമൻ വരുന്നത്. 1625 മുതൽ 1649 വരെയാണ് ആര് അധികാരത്തിലിരുന്നത്? ചാൾസ് ഒന്നാമൻ അധികാരത്തിലിരുന്നത്, അതായത് രണ്ടാമത്തെ റൂളർ അധികാരത്തിലിരുന്നത്. ഓക്കെ, 1625 മുതൽ 1649 വരെ 1649 വരെയുള്ള കാലഘട്ടത്തിലാണ് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അവർ രാജാവ് ഈ പറഞ്ഞ രാജാവും മറ്റുള്ള ആളെ പോലെ തന്നെ പാർലമെൻറ്റിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ? ഈ ഫാക്ട് പോയിന്റ് ഇനി പറയണമെന്നില്ല, കാരണം അത്രയും തവണ നമ്മൾ പറഞ്ഞു. ജെയിംസ് ഒന്നാമനാണെങ്കിലും ചാൾസ് ഒന്നാമനാണ്, അവരൊക്കെ എന്താണ് പാർലമെൻറ്റിനെയാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1628 ജൂൺ 7 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊണ്ടുവന്നു. ഓക്കെ, എന്തിനാണ് ഈ പാർലമെൻറ്റ് കൊണ്ടുവന്നത്? അതായത് ചാൾസ് ഒന്നാമൻ്റെ, അതായത് ഇംഗ്ലണ്ടിലുള്ള ഭരണം നടത്തുന്ന സ്റ്റുവർട്ട് രാജവംശത്തിൽ, അതായത് വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാൻ പറ്റും, സ്റ്റുവർട്ട് രാജവംശമാണ്. ഈ സ്റ്റുവർട്ട് രാജവംശത്തിലെ രാജാവായിട്ടുള്ള ചാൾസ് ഒന്നാമൻ്റെ സ്വച്ഛാധികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബില്ല്, ഒരു നിയന്ത്രണ ബില്ലായിരുന്നു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ഇംഗ്ലീഷ് പാർലമെൻറ്റിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെപ്പിച്ചു. കാരണം തൻ്റെ അധികാരങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യിക്കുന്നൊരു ബില്ലായിരുന്നു ഇത്. ഈ ബില്ലിനെ നമ്മൾ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. അതിൻ്റെ ഡേറ്റ് നിർബന്ധമായിട്ടും ഓർത്തു വയ്ക്കുക. 1628 ജൂൺ 7 ഓക്കെ, ഇവിടെ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, ചാൾസ് ഒന്നാമൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1625 മുതൽ 1649 വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് 1628 ജൂൺ 7 അദ്ദേഹം പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത്. അതൊരു നിയന്ത്രണ ബില്ലാണ്. കാരണം ഇവർ കൊണ്ടുവരുന്ന സ്വച്ഛാധിപത്യ അധികാരങ്ങൾ മുഴുവൻ, പുതിയ ടാക്സ് ഏൽപ്പിക്കുന്ന, അങ്ങനെ പുതിയ നിയമങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അതായത് രാജാവിൻ്റെ സ്വച്ഛാധിപത്യ അധികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു നിയന്ത്രണ ബില്ലായിരുന്നത്. ഇതിൽ ചാൾസ് ഒന്നാമനെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഇവർ ഫോഴ്സ്ഫുള്ളി ഇതിലേക്ക് സൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ബില്ല് ഇത് പ്രസൻറ്റ് ചെയ്തത് എഡ്വേർഡ് കോക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഓർത്തു വയ്ക്കുക, ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എഡ്വേർഡ് കോക്ക് എന്ന് പറയുന്ന ഒരാളാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബില്ല്, നിയന്ത്രണ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ് ഇത് ഫോളോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം അതനുസരിച്ചെങ്കിലും പിന്നീട് അത് ലംഘിക്കുകയും പാർലമെൻറ്റിനെ അവർ പിരിച്ചങ്ങോട്ട് വിട്ടു അല്ലേ? ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ പിന്നെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട പ്രശ്നമില്ലല്ലോ. അങ്ങനെ 1629 പാർലമെൻറ്റ് പിരിച്ചുവിടുകയാണ് ചെയ്തത്. അങ്ങനെ 1629 മുതൽ 1640 വരെയുള്ള കാലഘട്ടം, കാരണം 28 ജൂൺ 7 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതിൽ ഒപ്പുവെച്ച് തൊട്ടടുത്ത വർഷം 1629 മുതൽ 1640 വരെ സ്വച്ഛാധികാരിയായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തി. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത് ആരായിരുന്നു? ചാൾസ് ഒന്നാമനാണ് 1629 ഡ്യൂ ടു എന്തിനെ തുടർന്നിട്ടാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനെ തുടർന്നിട്ടാണ് ഒപ്പിച്ചത്. പക്ഷേ ഈ 40 വരെ അദ്ദേഹം ഭരണം നടത്തി. ഓക്കെ, ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് ഇല്ലാതെ ഭരണം നടത്തി. ഈ സമയത്ത് പാർലമെൻറ്റിൻ്റെ ഒരു റോള് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പിന്നീട് ഈ സ്പെയിന്, സ്കോട്ട്ലാൻഡൊക്കെ ആയിട്ടുള്ള യുദ്ധം മൂലം എന്ത് ചെയ്യാണ്? ചാൾസ് ഒന്നാമന് പൈസ ആവശ്യം വന്നു. പണം ആവശ്യമാണെങ്കിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? പുതിയ ടാക്സ് എന്തെങ്കിലും ഏർപ്പെടുത്തണം അല്ലേ? പുതിയ ടാക്സ് ഏർപ്പെടുത്ത് പിന്നെ അങ്ങനെ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാർലമെൻറ്റ് ഒന്നുകൂടി വിളിച്ചു കൂട്ടണം. അങ്ങനെ 1640 ഓക്കെ, 1629 മുതൽ 40 വരെ ഒരു 11 വർഷം എന്താണ് ഭരണമില്ല അല്ലേ? അതായത് പാർലമെൻറ്റ് ഇല്ലാതെ ഭരണം നടത്തി. 11 വർഷത്തെ ഒരു ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ 11 വർഷത്തെ 11 ഇയേഴ്സ് ഓഫ് ടൈറാണി 11 ഇയേഴ്സ് ഓഫ് ടൈറാണി അല്ലെങ്കിൽ 11 വർഷത്തെ പിന്നെ പാർലമെൻറ്റ് ഇല്ലാത്തൊരു ഭരണത്തിനെ നമ്മളെ ചാൾസ് ഒന്നാമൻ പിരിച്ചുവിടുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കി. ഓക്കെ, അങ്ങനെ നിർത്തലാക്കി. 1640 പണത്തിൻ്റെ ആവശ്യം ഉണ്ടായതിനെ തുടർന്നിട്ട് ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യണം? 1640 വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി. ഓക്കെ, അതായത് പുതിയ നികുതി പിരിക്കണം, അല്ലെങ്കിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക, ഇതിൻ്റെയൊക്കെ പുറത്താണ് ശരിക്കും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ അദ്ദേഹം 2 തരത്തിലുള്ള നികുതികൾ ഇതിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ പേര് ടോണേജ്, പൗണ്ടേജ് എന്നാണ്. ജസ്റ്റ് ഒരു റയർ ഇൻഫർമേഷനാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എഡ്വേർഡ് കോക്ക് എന്നൊക്കെ പറയുന്ന റയർ ഇൻഫർമേഷനാണ്, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പ്രസൻറ്റ് ചെയ്ത് എഡ്വേർഡ് കോക്കാണ്. ഇവിടെ 2 ടാക്സുകൾ 1640 അദ്ദേഹം പാർലമെൻറ്റ് വിളിച്ചുകൊണ്ട് 2 ടാക്സ് പ്രഖ്യാപിച്ചു. ടോണേജ്, പൗണ്ടേജ്. ഓർക്കാൻ കണക്ട് ചെയ്യാൻ സുഖമുണ്ട്, ടോണേജ്, പൗണ്ടേജ്. ഓക്കെ,
ഇനി ഇങ്ങനെ 1640 മുതൽ പിന്നീട് അദ്ദേഹം വിളിച്ചു കൂട്ടിയ ഒരു പാർലമെൻറ്റ് ഒരു നീണ്ട പാർലമെൻ്റ് ആയിരുന്നു. ഓക്കെ, 20 വർഷം നീണ്ടു നിന്ന ഒരു വലിയ പാർലമെൻ്റ് ആയിരുന്നു. 1640 മുതൽ 1660 വരെയുള്ള 60-40 to 60-60 വരെയുള്ള ഒരു പാർലമെൻറ്റ്. ദിസ് പാർലമെൻറ്റ് ഇസ് കോൾഡ് ആസ് ലോങ് പാർലമെൻറ്റ്, അല്ലെങ്കിൽ നമ്മളിതിനെ നീണ്ട പാർലമെൻറ്റ്, അല്ലെ, അത്രയും കാലം നീണ്ടു നിന്ന ഒരു പാർലമെൻ്റ് ആയിരുന്നു. അതിന് നമ്മൾ നീണ്ട പാർലമെൻറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, 1640 മുതൽ 1660 വരെ നീണ്ടു നിന്ന ഈ പാർലമെൻറ്റിനെയാണ് നമ്മൾ ആ ലോങ് പാർലമെൻറ്റ്, നീണ്ട പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സാധ്യതയുണ്ട്. നീണ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയത് ആരായിരുന്നു? ചാൾസ് ഒന്നാമനാണ്. അതേപോലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആരാണ്? ചാൾസ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, 2 നികുതികൾ, ടോണേജ്, പൗണ്ടേജ് പ്രഖ്യാപിച്ചത് ആരായിരുന്നു? പിന്നെ ചാൾസ് ഒന്നാമനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാൻ പറ്റും. 1640 വീണ്ടും പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയത് അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നീണ്ട പാർലമെൻറ്റ് കഴിഞ്ഞില്ല. അതായത് 1640 മുതൽ 60 വരെ ഈ ഒരു നീണ്ട പാർലമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പാർലമെൻറ്റ് തന്നെ രാജാവിനെ, ഈ പാർലമെൻറ്റിൽ തന്നെ എന്തുണ്ടായിരുന്നു? രാജാവിനെ അനുകൂലിക്കുന്നവരുണ്ട്, രാജാവിനെ എതിർക്കുന്ന കുറച്ച് പാർലമെൻറ്റ് വിഭാഗക്കാരുണ്ട്. ഓക്കെ, അതായത് ഇതേ പാർലമെൻറ്റിൽ, അല്ലേ, രാജാവിനോട് പൂർണ്ണമായിട്ടും എതിർപ്പ് പ്രഖ്യാപിച്ച് പോന്നിരുന്ന പാർലമെൻറ്റ് അവർ വീണ്ടും എന്ത് ചെയ്യാണ്? അതിൽ തന്നെ വീണ്ടും ഒരു സ്പ്ലിറ്റ്. അതായത് ഈ പാർലമെൻറ്റിൽ തന്നെ രാജാവിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. നമ്മളെ എതിർക്കുന്നവരെ പറയുന്ന പേര് കവേലിയർ എന്നാണ്. ഓക്കെ, കവേലിയർ എന്നാണ്. രാജാവിനെ അനുകൂലിക്കുന്നവരെ പറയുന്ന പേര് കവേലിയർ എന്നും, എതിർക്കുന്ന, അതായത് രാജാവിനെ എതിർക്കുന്ന അതേസമയം പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം ആളുകളെ റൗണ്ട് ഹെഡ്സ് എന്നും പറയും. ഓക്കെ, രാജാവിനെ എതിർക്കുന്നവരെ റൗണ്ട് ഹെഡ്സ് എന്നും രാജാവിനെ അനുകൂലിക്കുന്നവരെ കവേലിയർ എന്നുള്ള പേരിലും അറിയപ്പെട്ടു. ഓർത്തു വയ്ക്കുക, റയർ ഇൻഫർമേഷനാണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റൗണ്ട് ഹെഡ്സ്, കവേലിയർ. ഓക്കെ, അങ്ങനെ ഇവർ കാലക്രമത്തിൽ എന്തായി? പിന്നീട് രാജാവും പാർലമെൻറ്റും തമ്മിൽ ബന്ധം ക്രമേണ കൂടുതൽ വഷളാവാൻ തുടങ്ങിയല്ലേ. കാരണം ഇതിൽ തന്നെ വീണ്ടും സ്പ്ലിറ്റ് വരുന്നു. അങ്ങനെ രാജാവിനെ എതിർക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്? ഇത് ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം, ഒരു സിവിൽ വാർ നടക്കുന്നതിലേക്ക് കാരണമായി. ഓക്കെ, 40 വരെയാണ് ലോങ് പാർലമെൻറ്റ്, ചാൾസ് ഒന്നാമൻ്റെ നമ്മൾ പറഞ്ഞു. 1642 60-42 1642 ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്, ഒരു സിവിൽ വാർ നടന്നു ഇംഗ്ലണ്ടിൽ. 1642 ഈ പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്രമേണ കൂടി വഷളായിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം, ഒരു സിവിൽ വാർ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഇംഗ്ലണ്ടിൽ നടന്നിട്ടില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. 1642. ഓക്കെ, 42 സിവിൽ വാർ വർഷം ചോദിക്കാറുണ്ട്. അങ്ങനെ 42 40 to 60 വരെയാണ് എന്ത്? നമ്മളെ നീണ്ട പാർലമെൻറ്റ്, ലോങ് പാർലമെൻറ്റ്. 1642 ആഭ്യന്തര യുദ്ധം, ഇംഗ്ലണ്ടിലെ സിവിൽ വാർ. ഈ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഈ ആഭ്യന്തര യുദ്ധത്തിനെ നമ്മൾ പ്യൂരിറ്റൻ വിപ്ലവം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എവിടെ നിന്നാണ് പ്യൂരിറ്റൻ വിപ്ലവം എന്ന്, മഹത്തായ വിപ്ലവത്തിനെ പറഞ്ഞത് എന്നത് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, പ്യൂരിറ്റൻ സഭ, പ്യൂരിറ്റന്മാരാരാണ് നമുക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനെ 1642 നടന്നിട്ടുള്ള ഇംഗ്ലണ്ടിൽ നടന്ന സിവിൽ വാറിനെ, ആഭ്യന്തര വിപ്ലവത്തിനെ, യുദ്ധത്തിനെ നമ്മൾ പ്യൂരിറ്റൻ വിപ്ലവം എന്നുള്ള പേരിലും വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇതിൽ രാജാവിൻ്റെ സൈന്യത്തെ, കാരണം രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജാവിൻ്റെ സൈന്യത്തിന് കുറേ വിഭാഗം ആളുകളുണ്ട്, വലിയ ആർമിയൊക്കെ ഉണ്ട്. അതേസമയം പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർമിയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം, പാർലമെൻറ്റിൻ്റെ നേതൃത്വം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആർമി വന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഒലിവർ ക്രോംവെൽ. അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ അണ്ടറിലുള്ള, നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ആരെ പരാജയപ്പെടുത്തി? യെസ്, നമ്മളെ ചാൾസ് ഒന്നാമൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ രാജാവിനെ, ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഓക്കെ, ഇതൊരു വല്ലാത്ത ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ രാജാവ് ചാൾസ് ഒന്നാമൻ, ഇതിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ അങ്ങനെ കാണാം, ചാൾസ് ഒന്നാമൻ്റെ ഭരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചാൾസ് ഒന്നാമൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ അതേപോലെ ഇവിടെ ഒരു ചോദ്യം കൂടി വരാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിലെ സിവിൽ വാർ 1642 സിവിൽ വാർ നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സ്റ്റുവർട്ട് ഭരണാധികാരി? ചാൾസ് ഒന്നാമനാണ്. ഓക്കെ, ചാൾസ് ഒന്നാമനാണ് ഈ സമയത്ത്
ഭരിച്ചിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഭരണമാണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിന്നെ ഇവിടെ രാജാവിൻ്റെ സൈന്യത്തെ ആര് പരാജയപ്പെടുത്തി? ഒലിവർ ക്രോംവെല്ലിൻ്റെ അണ്ടറിലുള്ള സൈന്യം പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. പാർലമെൻറ്റ് വിഭാഗം രാജാവിനെ പരാജയപ്പെടുത്തി. അപ്പം ആരധികാരത്തിലേക്ക് വരുന്നുള്ള ചോദ്യത്തിന് താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് വീണു. അതായത് ഇനി രാജാവിനെ പുറത്താക്കിയത് ഈ ചാൾസ് ഒലിവർ ക്രോംവെല്ലിൻ്റെ അണ്ടറിലുള്ള ഒരു സൈന്യത്തിൻ്റെ പുറത്തായിരുന്നു. ആ സൈന്യത്തിൻ്റെ പേരാണ് ന്യൂ മോഡൽ ആർമി എന്ന് കാണാം. സെക്കൻഡ് ലൈനിൽ കാണാം ന്യൂ മോഡൽ ആർമി. ഓക്കെ, അതിൻ്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. ഓക്കെ, ഇനി ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. ഒലിവർ ക്രോംവെല്ലിനെയാണ് നമ്മൾ ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നുള്ള പേരിൽ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അധികാരത്തിലേക്ക് വന്ന ആദ്യത്തെ ഒരു റിപ്പബ്ലിക്കൻ ഭരണം അദ്ദേഹം സ്ഥാപിക്കപ്പെടുകയാണ്. ഇംഗ്ലണ്ടിൽ ആദ്യത്തെ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കപ്പെടുകയാണ് ഒരു ജനാധിപത്യപരമായ രീതിയിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അത്രയും പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹത്തിന് നമ്മൾ ഇംഗ്ലണ്ടിലെ നെപ്പോളിയൻ എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഇനി മറ്റൊരു ടേമാണ് പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈഡ് സ്പേർജ് എന്ന് പറഞ്ഞാൽ 1648 1648 കേണൽ തോമസ് പ്രൈഡിൻ്റെ അണ്ടറിലുള്ള ഒരു സൈന്യം ഈ പാർലമെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർലമെൻറ്റിൽ തന്നെ രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ട്, രാജാവിനെ അനുകൂലിക്കുന്നവരുണ്ട്, രാജാവിനെ എതിർക്കുന്നവരുമുണ്ട് പാർലമെൻറ്റിൽ തന്നെ. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേം നമുക്ക് കാണാം, പ്രൈഡ് സ്പേർജ് എന്ന് പറയും. അതായത് പ്രൈഡ് ശുദ്ധീകരണം എന്നൊക്കെ പറയും. അതായത് ഈ കേണൽ തോമസ് എന്ന് പറയുന്ന ഒരാൾ, തോമസ് പ്രൈഡ്, ഈ കേണൽ തോമസ് പ്രൈഡ് 1648 ഒരു പുതിയൊരു ഇത് നടപ്പിലാക്കുകയാണ്. 58 ഓർത്ത് വയ്ക്കുന്നത് പ്രൈഡ് സ്പേർജിൻ്റെ കാലഘട്ടം 1648 ആണ്. അതായത് കേണൽ തോമസ് പ്രൈഡിൻ്റെ അണ്ടറിലുള്ള സൈന്യം എന്ത് ചെയ്യാണ്, പാർലമെൻറ്റിൽ തന്നെയുള്ള ഈ രാജാവിനെ അനുകൂലിക്കുന്ന വിഭാഗം ആളുകളുണ്ടല്ലോ അവരെ അങ്ങോട്ട് പുറത്താക്കി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാജാവിനെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ രാജാവിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്. തൊട്ട് മുന്നിൽ നമുക്ക് കാണാൻ പറ്റും രാജാവിനെ അനുകൂലിക്കുന്നവരെ കവേലിയർ എന്നും രാജാവിനെ എതിർക്കുന്നവരെ റൗണ്ട് ഹെഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കണ്ടതാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഈ സമയത്തും എന്തുണ്ട്, പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവരുണ്ട്, പാർലമെൻറ്റിൽ തന്നെ രാജാവിനെ അനുകൂലിക്കുന്നവരെ എതിർക്കുന്നവരുണ്ട്. അങ്ങനെ 1648 കേണൽ തോമസ് പ്രൈഡിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം എന്ത് ചെയ്യാണ്, പാർലമെൻറ്റിലുണ്ടായിരുന്ന രാജാവിനെ അനുകൂലിക്കുന്ന ആളുകളെ അങ്ങോട്ട് പുറത്താക്കി. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഒലിവർ ക്രോംവെല്ലിൻ്റെ പീരീഡിൽ തന്നെ ബാക്കി വന്നിട്ടുള്ളൊരു പാർലമെൻറ്റ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മാത്രമാണ്, മീൻസ് രാജാവിനെ അനുകൂലിക്കുന്ന, പാർലമെൻറ്റിൽ നിന്ന് രാജാവിനെ അനുകൂലിക്കുന്നവരെ പുറത്താക്കി ബാക്കി വന്ന ഈ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ഒലിവർ ക്രോംവെല്ലിൻ്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിനെ നമ്മൾ റം പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, അപ്പം ലോങ് പാർലമെൻറ്റ് ചാൾസ് ഒന്നാമൻ്റെ കീഴിലാണെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ റം പാർലമെൻറ്റ് ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്ന ടേം ഓർത്തു വയ്ക്കുക. 1648 കേണൽ തോമസ് പ്രൈഡ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് 1648 പ്രൈഡ് സ്പേർജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് 49 എന്ത് ചെയ്യാണ്, ചാൾസ് ഒന്നാമനെ തൂക്കി, അതായത് വധശിക്ഷ വിധിച്ചു. 1649 ചാൾസ് ഒന്നാമനെ തൂക്കിക്കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം വരികയാണ്. ഒലിവർ ക്രോംവെല്ലിൻ്റെ കീഴിലായിരുന്നു ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു റിപ്പബ്ലിക്കൻ ഭരണം വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒലിവർ ക്രോംവെല്ലിൻ്റെ അണ്ടറിലാണ് ശരിക്കും ഇംഗ്ലണ്ടിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം. 49 ശേഷം നമുക്ക് ഒരു റിപ്പബ്ലിക്കൻ റൂള് അവിടെ കാണാൻ പറ്റും. അതായത് ഈ ഒരു കാലഘട്ടത്തിനെ നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്നുള്ള പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുക. അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ കാലഘട്ടത്തെ നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടു. അതായത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 1649 മുതൽ 1658 അല്ലേ, 49 ചാൾസ് ഒന്നാമനെ തൂക്കിക്കൊന്നത്. ചാൾസ് ഒന്നാമൻ്റെ ഭരണം അവിടെ അവസാനിക്കുകയാണ്. ഇപ്പം സ്റ്റുവർട്ട് രാജവംശത്തിലെ ജെയിംസ് 1 കഴിഞ്ഞു, ചാൾസ് 1 കഴിഞ്ഞു. ഇവർ 49 ചാൾസ് 1ൻ്റെ ഭരണം എൻഡ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ വിധിച്ചു. അതുമുതൽ 1649 മുതൽ 58 വരെയുള്ളൊരു കാലഘട്ടത്തിനെ നമ്മൾ സ്വച്ഛാധിപത്യത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു കോമൺവെൽത്ത് കാലഘട്ടം എന്നുള്ള പേരിലൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, 1649 മുതൽ 58 വരെയുള്ള കാലഘട്ടം. ഓക്കെ, അങ്ങനെ പാർലമെൻറ്റിൽ ആധിപത്യം, അതായത് പാർലമെൻറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണവും സ്ഥാപിച്ചു പോയിക്കൊണ്ടിരുന്നത്. അതായത് പാർലമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതേസമയം കൺട്രോളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒലിവർ ക്രോംവെൽ സ്വയം അറിയപ്പെട്ടത് ലോർഡ് പ്രൊട്ടക്ടർ, സംരക്ഷകൻ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം സ്വയം അറിയപ്പെട്ടത്. ലോർഡ് പ്രൊട്ടക്ടർ എന്നുള്ള പദവി അദ്ദേഹം സ്വയം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോർഡ് പ്രൊട്ടക്ടർ എന്നുള്ള പേരിലാണ് അദ്ദേഹം സ്വയം അറിയപ്പെട്ടത്. ക്ലിയർ. ഇനി 1658 എന്ത് ചെയ്യാണ്, നമ്മുടെ ക്രോംവെല്ലിൻ്റെ ഭരണം അവസാനിച്ചു അല്ലേ. 49 ചാൾസ് മരണപ്പെട്ടു, 58 ക്രോംവെൽ മരിച്ചു.
1658 ഒലിവർ ക്രോംവെൽ മരണപ്പെടുന്നത്. അങ്ങനെ ചാൾസ് ഒന്നാമൻ്റെ മകനായിട്ടുള്ള ചാൾസ് രണ്ടാമൻ അധികാരത്തിൽ വന്നു. ഓർമ്മയുണ്ടല്ലോ, JCCJ എന്നാണ് പഠിച്ചത്. ജെയിംസ് ഒന്ന് കഴിഞ്ഞു, ചാൾസ് ഒന്ന് കഴിഞ്ഞു, അതിൻ്റെ ഇടയിൽ ഒലിവർ ക്രോംവെലിൻ്റെ ഭരണവും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആര് വരികയാണ്? ചാൾസ് രണ്ടാമൻ. 1658 ഒലിവർ ക്രോംവെലിൻ്റെ മരണത്തെ തുടർന്നിട്ട് ചാൾസ് രണ്ടാമൻ ആ വർഷം എന്ത് ചെയ്യാണ്? അധികാരത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് ചാൾസ് രണ്ടാമൻ്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷികളാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അവരെ നമ്മൾ വിഗ്ഗുകളെന്നും ടോറികളെന്നും പറയും. ഓക്കെ, ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടമാണ്. 58 ഒലിവർ ക്രോംവെൽ മരണപ്പെടുന്നു. ക്രോംവെലിന് ശേഷം ഇവിടേക്ക് വരുന്നത് ചാൾസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് നമ്മൾ വിഗ്ഗുകളെന്നും ടോറികൾ. രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്, വിഗ്, ടോറി. ഇങ്ങനെ സെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലൈൻ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാർലമെൻറ്റിൽ നമ്മൾ പറഞ്ഞു, ഈ സമയത്തും ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലും പാർലമെൻറ്റ് ഉണ്ട്. ഈ പാർലമെൻറ്റിൽ രണ്ട് കക്ഷികളാണുള്ളത്. ഒന്ന് വിഗ്ഗുകളെന്നും ഒന്ന് ടോറികളെന്നും. നേരത്തെ പറഞ്ഞ സെയിം രീതിയിലാണ്. ഒരു വിഭാഗം രാജാവിനെ അനുകൂലിക്കുന്നവരാണ്. പാർലമെൻറ്റിൽ തന്നെ ഒരു വിഭാഗം രാജാവിനെ അനുകൂലിക്കുന്നവരും മറ്റൊരു വിഭാഗം പാർലമെൻറ്റിനെ തന്നെ അനുകൂലിക്കുന്നവർ. രാജാവിനെ അനുകൂലിക്കുന്ന ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവരെ എന്ത് പറയും? പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവരെ വിഗ്ഗുകളെന്നും. ഓക്കെ, പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവർ വിഗ്ഗുകളെന്നും. അതേപോലെ മറ്റൊരു വിഭാഗമാണ് ടോറികൾ. രാജാവിനെ അനുകൂലിക്കുന്നവരാണ് ടോറികൾ. ഓക്കെ, നമ്മൾ ടെററിസ്റ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടെറർ മൈൻഡുള്ള, അല്ലെങ്കിൽ രാജാവ് അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഭരണമാണല്ലോ ഇവിടെ കാഴ്ചവെക്കുന്നത്, സ്വച്ഛാധിപത്യ ഭരണമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെററിസ്റ്റ്, ടോറികൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതായത് രാജാവിനെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ അനുകൂലിക്കുന്നവർ ടോറികളെന്നും പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവരെന്ന് വിഗ്ഗുകൾ എന്നുള്ള പേരിൽ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വിഗ്ഗുകൾ ശരിക്കും അവർ യഥാർത്ഥത്തിൽ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഓക്കെ, അത് ചുരുക്കിയിട്ടാണ് വിഗ്ഗുകൾ. ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ള പേരിലാണ് വിഗ്ഗുകൾ അറിയപ്പെട്ടത്. ഓർത്ത് വയ്ക്കുക, വിഗ്ഗുകൾ ആരായിരുന്നു? നമ്മൾ പാർലമെൻറ്റിനെ അനുകൂലിക്കുന്നവരാണ് വിഗ്ഗുകൾ, അല്ലെ? രാജാവിനെ അനുകൂലിക്കുന്നവരായിരുന്നു ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോറികൾ. ഓക്കെ, വിഗ്ഗുകളെ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ള പേരിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ പാസ്സായ നിയമമായിരുന്നു ഹേബിയസ് കോർപ്പസ് ആക്ട്. ഓർത്തുവയ്ക്കുക, എന്തായാലും ചോദിക്കും. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്, 1979 അല്ല 6079 ആ കാലഘട്ടം. ഓക്കെ, ഇവിടെ നമ്മൾ ഒക്കെ 60 അല്ലേ പറഞ്ഞു വരുന്നത്. 6079 1679 എന്ത് പാസ്സാക്കുന്നത്? ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, 6079 1679 എന്ത് പാസ്സാക്കുന്നത്? നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹേബിയസ് കോർപ്പസ് ആക്ട്. ഇവിടെ ഒരു ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. അതായത് ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കിയത് ആരായിരുന്നു എന്നുള്ളത്. ചാൾസ് രണ്ടാമൻ. ഇംഗ്ലണ്ടിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായ വിഗ്ഗും ടോറിയും നിലവിൽ വന്നത് ഏത് സ്റ്റുവർട്ട് ഭരണാധികാരികളുടെ കാലത്തിലായിരുന്നു? ചാൾസ് സെക്കൻഡ്. ഓക്കെ, അതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ആക്ട് 1979 അല്ല 1679 ഹേബിയസ് കോർപ്പസ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ അധികാരത്തിലേക്ക് വരികയാണ്. അതായത് ഏകദേശം നമ്മുടെ ഒരു എൻഡെത്തി അല്ലേ? ജെയിംസ് രണ്ടാമനായിരുന്നു അവസാനത്തെ റൂളർ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്, ജെയിംസ് രണ്ടാമൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ജെയിംസ് രണ്ടാമനെതിരെ, അതായത് ജെയിംസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ജെയിംസ് രണ്ടാമനെതിരെ വിഗ്ഗുകളും ടോറികളും കൂടി വീണ്ടും ഒരുമിച്ചു. അതെന്തിനാണ് ജെയിംസ് രണ്ടാമൻ്റെ കാലത്ത് വിഗ്ഗുകളും ടോറികളും കൂടി ഒരുമിക്കുന്നത്? ആർക്കെതിരെയാണ് ഒരുമിച്ചത്? ജെയിംസ് രണ്ടാമനെതിരെ തന്നെയാണ് ഒരുമിച്ചത്. അതായത് ജെയിംസ് രണ്ടാമനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പാർലമെൻറ്റിൽ തന്നെ കിടക്കുന്ന വിഗ്ഗുകളും ടോറികളും കൂടി യോജിക്കുന്നത്. അതായത് ആ സമയത്ത് ഹോളണ്ടിലുണ്ടായിരുന്ന, അതായത് ജെയിംസ് രണ്ടാമൻ്റെ ഭാര്യയ്ക്ക് അവരുടെ കുഞ്ഞായിരുന്നു അവരുടെ മകളായിരുന്നു മേരി സെക്കൻഡ്. ആ സമയത്ത് അവർ ഹോളണ്ടിലാണ്. അങ്ങനെ ഹോളണ്ടിലുണ്ടായിരുന്ന ഈ വിഗ്ഗുകളും ടോറികളും കൂടി ഒരുമിച്ചിട്ട്, അതായത് അവർ ഒരുമിച്ച പാർലമെൻ്റ് ആയല്ലോ. അങ്ങനെ ഈ പാർലമെൻറ്റ് അവരെന്ത് ചെയ്യാണ്? ഹോളണ്ടിൽ കിടക്കുന്ന ഇവരുടെ ജെയിംസ് രണ്ടാമൻ്റെ ഭരണം സഹിക്കവയ്യാതെ, അല്ലേ, അവരുടെ ഭരണവും പുതിയ നികുതികളും നയങ്ങളും ഭരണവും സഹിക്കവയ്യാതെ ഈ സമയത്ത് ഹോളണ്ടിൽ കിടക്കുന്ന മേരി സെക്കൻഡിനെ എന്ത് ചെയ്യാണ്? ഭരണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ മേരി രണ്ടും മേരി സെക്കൻഡും അവരുടെ ഭർത്താവ് വില്യം, നെതർലാൻഡിലുള്ള രാജാവായിട്ടുള്ള വില്യം സെക്കൻഡ്, മേരി സെക്കൻഡ്, വില്യം സെക്കൻഡ്, ഭാര്യയും ഭർത്താവും, അവരെ രണ്ടുപേരെയും കൂടി രാജ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ വിഗ്ഗുകളും ടോറികളും അടക്കമുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റ് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഓക്കെ,
അങ്ങനെ ആ ക്ഷണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജെയിംസ് രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും ഒരു വലിയ യുദ്ധമോ ഒരു കലാപമോ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ ജെയിംസ് രണ്ടാമൻ യുദ്ധങ്ങളൊന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യണം, ആ പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ലാതെ 1688 അല്ലേ, 1688 അവരെന്ത് ചെയ്യണം, ഫ്രാൻസിലേക്ക് ഒളിച്ചോടിപ്പോയി. മീൻസ് ഫ്രാൻസിലേക്ക് അഭയം തേടിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ്, അതായത് നമ്മളിവിടെ ഒരു കലാപോ യുദ്ധമോ പ്രതീക്ഷിച്ചിരുന്ന നമുക്ക് കിട്ടിയത് എന്താണ്, ഒന്നുമില്ല, പുള്ളി എന്ത് ചെയ്തു, 1688 ഫ്രാൻസിലേക്ക് അഭയം തേടി. ഇതുകൊണ്ടാണ് ഇതിനെ ആ പേരിലാണ് ഇതിനെ രക്തരഹിത വിപ്ലവം, ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നുള്ള പേരിൽ ഗ്ലോറിയസ് റെവല്യൂഷനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, മഹത്തായ വിപ്ലവത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഇംഗ്ലണ്ടിൽ 1688 രക്തരഹിത വിപ്ലവത്തിന് സാക്ഷിയായിട്ടുള്ള ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ജെയിംസ് സെക്കൻഡാണ്. ചോദിക്കും. ഓക്കെ, 1688 രക്തരഹിത വിപ്ലവത്തിന് സാക്ഷിയായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് ജെയിംസ് രണ്ടാമനാണ്. അതായത് ജെയിംസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഇത് കലാപം നടക്കുന്നത്, അത് ഓർത്തു വയ്ക്കുക. മറ്റൊന്ന്, രക്തരഹിത വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം? സ്റ്റുവർട്ട് രാജവംശമാണ്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് ട്യൂഡർ രാജവംശമാണ്. അതേപോലെ വിപ്ലവം നടക്കുന്ന സമയത്ത് വിപ്ലവത്തിന് സാക്ഷിയായിട്ടുണ്ടായിരുന്ന ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ജെയിംസ് രണ്ടാമൻ. ശരിക്കും ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹം അവിടെ ഒരു യുദ്ധം നടത്തുമായിരുന്നെങ്കിൽ ഇതിന് നമുക്ക് രക്തരഹിത വിപ്ലവം എന്നുള്ളൊരു പേര് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? ഓക്കെ, അങ്ങനെ ഫ്യൂഡലിസം, ഇംഗ്ലണ്ടിലെ ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുന്നൊരു സിസ്റ്റം തന്നെ, ഫ്യൂഡലിസം തന്നെ തകരുകയും രാജാവിൻ്റെ അധികാരം മുഴുവൻ പാർലമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുകയും ചെയ്തു. അതായത് രാജ്യാധികാരം എന്ന് പറയുന്നത്, രാജ്യത്തെ അധികാരം എന്ന് പറഞ്ഞാൽ ഫുള്ള് പാർലമെൻറ്റിൻ്റെ കൈകളിലേക്ക് വന്നു. രാജാവിൻ്റെ അധികാരം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. ഓക്കെ, ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നിയമം അവിടെ പാസ്സാക്കപ്പെടുകയാണ്. ഈ നിയമം വരുന്നത് ഈ വിപ്ലവം നടന്ന തൊട്ടടുത്ത വർഷം 1689. ഇതിൻ്റെ പേര് ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത് വില്യം മൂന്നാമനും അവരുടെ ഭാര്യയായിട്ടുള്ള മേരി സെക്കൻഡും കൂടിയിട്ടാണ്. ഓക്കെ, വില്യം തേർഡും അവരുടെ ഭാര്യയായിട്ടുള്ള മേരി സെക്കൻഡ്, ഇവിടെ നിങ്ങൾക്ക് കാണാം, വില്യം തേർഡും പിന്നെ മേരി സെക്കൻഡും കൂടിയാണ് എന്തിൽ സൈൻ ചെയ്യുന്നത്, നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ സൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വില്യവും മേരിയും കൂടി എന്തിൽ ഒപ്പുവെക്കുകയാണ്, ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഇവിടെ മേരി സെക്കൻഡും അതേപോലെ വില്യം തേർഡും കൂടി തന്നെയാണ് നമ്മളെ പിന്നെ ഇവിടേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവർ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുകയാണ്. ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുകയും പിന്നെ ആ നിയമം, ആ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന നിയമം, ബിൽ ഓഫ് റൈറ്റ്സ് ഓർത്ത് വയ്ക്കുക 1689. ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന നിയമം മൂലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ, അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച ആളുടെ പേര് ഓർത്ത് വയ്ക്കുക, വില്യം തേർഡും മേരി സെക്കൻഡും. അപ്പം ഇവരാണ് ഒപ്പുവെച്ചത്. ഇതിൻ്റെ വർഷം 1689. അങ്ങനെ പാർലമെൻറ്റിന് പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുക്കുന്ന ഒരു നിയമമായിരുന്നു ഇത്. പാർലമെൻറ്റിന് പൂർണ്ണമായ അധികാരം കൊടുക്കുന്ന ഒരു നിയമമായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും പിന്നെ പാർലമെൻ്ററി ജനാധിപത്യം ഒക്കെ എന്താണ് ശക്തമാക്കി. അതായത് ജനങ്ങൾക്ക് അധികാരം വന്നു, അല്ലെങ്കിൽ പാർലമെൻറ്റിന് അധികാരം വന്നു എന്നുള്ളൊരു നിയമത്തിലേക്ക്, ഒരു രീതിയിലേക്ക് നിയമം കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്ന് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ഹാംഡൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ജോൺ ഹാംഡൻ ആണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നുള്ള പേരിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് നെതർലാൻഡിലെ രാജാവായിട്ടുള്ള വില്യം തേർഡും മേരി സെക്കൻഡ്. ഓക്കെ, വില്യം തേർഡ് മേരി സെക്കൻഡുമാണ് രാജ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹോളണ്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത്. അവരാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ 1689 ഒപ്പുവെക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനാണ്. ഓക്കെ, അപ്പോൾ മഹത്തായ വിപ്ലവം വർഷം ഓർത്തു വയ്ക്കുക 1688. പിന്നെ രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം, 17-ാം നൂറ്റാണ്ടിലെ വിപ്ലവം, പാലസ് റെവല്യൂഷൻ പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. പ്യൂരിറ്റൻ വിപ്ലവം. ഓക്കെ, അതേപോലെ ട്യൂഡർ പിന്നെ സ്റ്റുവർട്ട്, 2 രാജവംശങ്ങൾ ഓർക്കുക. പിന്നെ ഭരണാധികാരികളെ ഓർത്തു വയ്ക്കുക. അതേപോലെ ഭരണാധികാരികളെ ഓർത്തു വയ്ക്കുമ്പോൾ നമ്മൾ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനൊക്കെ ദൈവദത്ത അധികാരത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഓർത്തു വയ്ക്കുക. പിന്നെ നമുക്കിവിടെ ആംഗ്ലിക്കൻ സഭ, പ്യൂരിറ്റൻ സഭ, പ്രൊട്ടസ്റ്റൻ്റ് സഭ, അല്ലെ, അങ്ങനത്തെ കുറച്ച് സഭകളുടെ പേര് പറഞ്ഞത് ഓർക്കുക. പിന്നെ ജെയിംസ് ഒന്നാമനാണ് ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. ആരായിരുന്നു? ജെയിംസ് ഒന്നാമനാണല്ലോ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ ട്രൂ ലോസ് ഓഫ് ഫ്രീ മൊണാർക്കീസ് എന്ന് പറയുന്ന പുസ്തകമാണ്. പിന്നെ ചാൾസ് ഒന്നാമൻ്റെ ഭരണം 1625 മുതലാണ്. അവരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ സൈൻ ചെയ്യുന്നത്. പിന്നെ എഡ്വേർഡ് കോക്കാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ 2 ടാക്സുകൾ, ടോണേജ്, പൗണ്ടേജ് എന്ന് പറഞ്ഞ 2 ടാക്സുകൾ കൊണ്ടുവന്നത് അവരായിരുന്നു. ഒരു ലോങ് പാർലമെൻറ്റ്, നീണ്ട പാർലമെൻറ്റ് അവരുടെ കാലഘട്ടത്തിലായിരുന്നു. ഇംഗ്ലണ്ടിൽ സിവിൽ വാർ നടക്കുന്നത് അവരുടെ കാലഘട്ടത്തിലാണ്.
അതിനുശേഷം ഒലിവർ ക്രോംവെൽ അവരുടെ സമയത്ത് ന്യൂ മോഡൽ ആർമി, പിന്നെ പ്രൈഡ് സ്പെർജ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, റം പാർലമെൻറ്റ് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് 1649 ചാൾസ് ഒന്നാമൻ്റെ ഭരണശേഷം ഒലിവർ ക്രോംവെലിൻ്റെ ഭരണം അല്ലേ, അതായത് പിന്നെ കോമൺവെൽത്ത് കാലഘട്ടം അല്ലെങ്കിൽ സ്വച്ഛാധിപത്യ ഭരണം ഓർത്ത് വയ്ക്കുക. പിന്നെ ലോർഡ് പ്രൊട്ടക്ടർ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടത്. പിന്നെ ചാൾസ് സെക്കൻഡ് അവരുടെ സമയത്ത് വിഗ് ടോറികൾ, ഓക്കെ, ഗ്രീൻ റിബൺ ക്ലബ്ബ്, അതെന്തായാലും ഓർത്ത് വയ്ക്കാൻ ആ ടൈം, ഗ്രീൻ റിബൺ ക്ലബ്ബ് വിഗിന് പറയുന്ന പേരാണ്. ഇനി അവരുടെ സമയത്ത് പാസ്സായ നിയമമായിരുന്നു ഹെബിയസ് കോർപ്പസ് അല്ലെ, ചാൾസ് രണ്ടാമൻ്റെ സമയത്ത് 1679. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ജെയിംസ് സെക്കൻഡ് വരുന്നു. അവരെന്ത് ചെയ്യണം, 1688 ഫ്രാൻസിലേക്ക് അഭയം തേടുകയാണ് ചെയ്തത്. തുടർന്ന് മേരി സെക്കൻഡും വില്യം തേർഡും കൂടി ഇവിടെ അവർ അവസാനം ബിൽ ഓഫ് റൈറ്റ്സിൽ 1689 സൈൻ ചെയ്തുകൊണ്ടാണ് കലാപം അവസാനിക്കുന്ന വിപ്ലവം. ഇതിനെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ജോൺ ഹാംപ്ടൺ ആണ്. ഓക്കെ, അപ്പം ഇത്രയും വരെയാണ് ഇതിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. താങ്ക് യു.